Let's turn to that verse in Matthew 24. മത്തായി സുവിശേഷം 24-ാമത്തെ ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Let's read verse 12 and 13. 12-13 വാക്യങ്ങൾ നാം ഒരുമിച്ച് വായിക്കണം. There is a reason why love of many people will grow cold. അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നതിന് ഒരു കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. That is because sin is going to increase tremendously in the world. അധർമ്മം അല്ലെങ്കിൽ പാപം ഭൂമിയിൽ പെരുകുന്ന ഒരു കാലമായിരിക്കും അത്. And sin will be treated very lightly. പാപത്തെ വളരെ ലാഘവബുദ്ധിയോടുകൂടി എടുക്കുന്ന ഒരു തലമുറയായിരിക്കും അത്. We are going to see a generation coming up that even glories in their sin. അവരുടെ പാപങ്ങളിൽ പുകഴുന്ന പ്രശംസിക്കുന്ന ഒരു തലമുറയായിരിക്കും അന്ത്യനാളുകളിൽ. And sin will not be preached against in the church. സഭയിൽ പാപത്തിനെതിരെ സംസാരിക്കപ്പെടുകയില്ല. They will be preaching more about being saved from your sickness and saved from your poverty. രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നുമുള്ളതായ മോചനമായിരിക്കും സഭയുടെ മീറ്റിംഗുകളിൽ കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത്. Sin will increase. അധർമ്മം അല്ലെങ്കിൽ പാപം പെരുകുന്ന ഒരു കാലമായിരിക്കും. The love of many people will become cold. അതുകൊണ്ട് തന്നെ ആ കാലത്ത് അനേകരുടെ സ്നേഹം തണുത്തു പോകും. But the one who endures to the end, verse 30, will be saved. എന്നാൽ അടുത്ത വാക്യം നമ്മൾ പറയുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നതാരാണോ അവൻ രക്ഷിക്കപ്പെടും. That means the one who endures in love will be saved. 12-ാം വാക്യത്തിന്റെ തുടർച്ചയായി നാം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വായിക്കാം. അവസാനത്തോളം എന്തിൽ സഹിച്ചു നിൽക്കുന്ന, സ്നേഹത്തിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. That has to be connected to verse 1 because verse 13 begins with but. 13-ാം വാക്യം തുടങ്ങുന്നത് എന്നാൽ എന്നുള്ളൊരു പദം കൊണ്ട് ആകിയാൽ 12-ാം വാക്യത്തോട് അത് ചേർത്ത് വായിക്കണം. So when I read a verse like that, ഞാൻ അങ്ങനെയുള്ള ഒരു വചനം വായിക്കുമ്പോൾ I expect sin to increase all around me. കർത്താവ് ഈ കാലഘട്ടത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്റെ ചുറ്റുപാടും അധർമ്മം വർദ്ധിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടരുത്. When there is less preaching against sin, sin will increase. പാപത്തെ കുറിച്ച് ഉള്ള പ്രസംഗങ്ങൾ, മുന്നറിയിപ്പുകൾ കുറയുന്തോറും പാപം വർദ്ധിച്ചു വരും, സ്വാഭാവികമാണ്. Is the Lord talking about unbelievers here? ഇവിടെ കർത്താവ് ആരെ ഉദ്ദേശിച്ചാണ് സംസാരിക്കുന്നത്? അവിശ്വാസികളെ കുറിച്ചാണോ? Where is this sin going to increase that is going to bring the love, make the love cold? അനേകരുടെ സ്നേഹം തണുത്തു പോകുവാൻ കാരണമാകുന്ന അധർമ്മം, പാപം, ഇത് ആരിലാണ്, എവിടെയാണ് പ്രകടമാകുന്നത്? Whose love for Jesus is going to become cold? യേശുവിനോട് ആർക്കുള്ള സ്നേഹമാണ് തണുത്ത് ഉറഞ്ഞു പോകുവാൻ പോകുന്നത്? The non-Christians don't love Jesus. അക്രൈസ്തവരായിരിക്കുന്നവർ യേശുവിനെ സ്നേഹിക്കുന്നവരല്ല. Nominal Christians don't love Jesus. നാമധേയ ക്രൈസ്തവരും യേശുവിന്റെ സ്നേഹം അറിഞ്ഞവരല്ല, യേശുവിനെ സ്നേഹിക്കുന്നവരല്ല. Born again believers who love Jesus. വീണ്ടും ജനം പ്രാപിച്ച് യേശുവിന്റെ മക്കളായി തീർന്നവരാണ് യേശുവിനെ സ്നേഹിക്കുന്നത്. Then, if that is the case, then where is this sin going to increase? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് എവിടെയാണ്, ആരുടെ ഉള്ളിലാണ് പാപം, അധർമ്മം വർദ്ധിക്കാൻ പോകുന്നത്? Lawlessness, where is it going to increase? അധർമ്മം ഇതെവിടെയാണ് വർദ്ധിക്കാൻ പോകുന്നത്? Among believers. വിശ്വാസികളായ യേശു വിശ്വസിച്ചവരുടെ ഇടയിലാണ് അധർമ്മം പെരുകുന്നത്. If you have ears to hear, listen to the word of God. നിങ്ങൾക്ക് കേൾക്കുവാനൊരു ചെവി ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക. Thus saith the Lord. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. Lawlessness will increase in the church in the last days. അധർമ്മം അന്ത്യനാളുകളിൽ സഭയിലാണ് പെരുകാൻ പോകുന്നത്. Sin will increase. പാപം വർദ്ധിക്കാൻ പോവുകയാണ്. And people who once loved Jesus will become cold. ഒരിക്കൽ തീഷ്ണതയോട് യേശുവിനെ സ്നേഹിച്ചിരുന്നവരുടെ സ്നേഹം ക്രമേണ കുറഞ്ഞ് തണുത്തുറഞ്ഞു പോകും. People won't love. ആരും യേശുവിനെ സ്നേഹിക്കുകയില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. And it doesn't say their love will be cold. അവരുടെ സ്നേഹം തണുത്തു പോകും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. It will grow cold. അതിന് Once upon a time it was warm. അത്
തണുത്ത നിലയിൽ സ്നേഹിക്കുമെന്നല്ല പറഞ്ഞേക്കുന്നത്, തണുത്തു പോകുമെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് നാം എന്താ മനസ്സിലാക്കുന്നത്? ഒരിക്കൽ ചൂടായിരുന്നു, സ്നേഹത്തിന്റെ ഊഷ്മളതയുണ്ടായിരുന്നു, ഇപ്പോൾ അത് തണുത്തുപോയി. I will tell you what I expect to find among Christians in the coming days. നമ്മുടെ മുൻപിലുള്ള ദിവസങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. There will be so much of sin among Christians, among born again Christians. വീണ്ടും പ്രാപിച്ച ദൈവമക്കളുടെ ഇടയിൽ പാപം പെരുകാൻ പോകും. And there is only one way by which sin can increase among born again Christians. വീണ്ടും പ്രാപിച്ച വിശ്വാസികളുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ പാപം വർദ്ധിക്കണമെന്ന രീതിയിൽ ഒരു വഴിയെ അറിയുന്നു. The preachers will stop preaching against sin. ദൈവവചനം പ്രസംഗിക്കുന്നവർ പാപത്തിനെതിരെയുള്ള പ്രസംഗം നിർത്തുന്നതുകൊണ്ടാണ്. They will be talking about positive thinking and all that type of stuff. നല്ല ചിന്താഗതികളെ, മനോഭാവങ്ങളെ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ ആയിരിക്കും ക്രിസ്തീയ പ്രസംഗകര് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവരുടെ കേൾവിക്കാരെ സന്തോഷിപ്പിക്കുവാനുള്ള താല്പര്യത്തിൽ പാപത്തിനെതിരെയുള്ള പ്രസംഗം കുറഞ്ഞു പോകുന്നു. ഓരോ സഭയും ഒരു കൃഷിയിടം പോലെയാണ്. കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണ്, ദൈവം കൃഷി ചെയ്യുന്ന ഇടമാണ് സഭ. പൗലോസ് തന്റെ കൂട്ടുവേലക്കാരെ കൂടെ ഉൾപ്പെടുത്തി പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ വേലക്കാരാണ്, കൃഷിസ്ഥലത്ത് പണിയെടുക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒരു നിലം കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന വിളവ് നിങ്ങൾ ഏത് വിത്താണ് വിതയ്ക്കുന്നത് എന്നതിനെ ആശ്രയിച്ചല്ലേ. വിശുദ്ധിയുടെ ഒരു വിളവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് വരികിൽ നിങ്ങൾ വിശുദ്ധിയുടെ വിത്തുകൾ വിതയ്ക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ഒരു സഭയിൽ വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നില്ലെങ്കിൽ പാപം പെരുകുന്നതിൽ അത്ഭുതമുണ്ട്. സഭയിൽ അന്ത്യനാളുകളിൽ പാപം പെരുകുന്നെങ്കിൽ അതിന്റെ ഏക കാരണം പാപത്തിനെതിരെ വിശുദ്ധിക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന പ്രസംഗം ഇല്ലാതെയാകുന്നത്. ഇന്നേക്ക് 50-60 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തീയ ലോകത്ത് പാപത്തിനെതിരെ എന്നുള്ളതിന് എത്രയോ ശക്തമായി, എത്രയോ മടങ്ങ് പ്രസംഗങ്ങൾ കേൾക്കാനുണ്ടായിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഭാരതത്തിലുടനീളം ക്രിസ്തീയ ടെലിവിഷൻ പ്രോഗ്രാംസ് കാണുവാൻ സാധ്യമാണ്. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഒന്നും തന്നെ പാപത്തിനെതിരെ പ്രസംഗിക്കുന്നതായി നമുക്ക് കാണുവാനോ കേൾക്കുവാനോ കഴിയും. അതുകൊണ്ട് തന്നെ അനേക വിശ്വാസികളുടെ സ്നേഹം തണുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ എല്ലാ നടുവിൽ those believers who endure in a fervent love for Jesus Christ will be saved. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ അവരുടെ ഹൃദയം വെച്ച് സ്നേഹത്താൽ എരിയുന്നവരായി ആരെ സഹിച്ചു നിൽക്കുമോ അവരാണ് രക്ഷിക്കപ്പെടാൻ പോകുന്നത്. They will be saved from the corruption that there is going to be in Christendom in the coming days. വരുന്ന ദിനങ്ങളിൽ ക്രിസ്തീയ ലോകത്തിൽ നാം കാണാൻ പോകുന്നതായിരിക്കുന്ന ആ ദ്രവത്വം, ആ നാശത്തിന്റെ ആ അന്തരീക്ഷത്തിൽ നിന്നും അങ്ങനെയുള്ളവരാണ് രക്ഷപ്പെടാൻ പോകുന്നത്. And therefore this is the thing that we must preserve. നാം എന്ത് വിലകൊടുത്തും സംരക്ഷിക്കേണ്ട കാര്യമാണ് ഇവിടെ നാം ചിന്തിക്കുന്നത്. How can I love Jesus fervently? എന്റെ കർത്താവെ എനിക്ക് എങ്ങനെ ഹൃദയത്തിൽ മുഴുവൻ ശക്തിയോടുകൂടി സ്നേഹിപ്പാൻ കഴിയും? Because it says in the next verse that this gospel must be preached in the whole world. 14-ാമത്തെ വാക്യം തുടർച്ചയായി നാം വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ സുവിശേഷം സകല ജാതികളും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. The gospel that I preach is one that leads people to love Jesus fervently. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്റെ കേൾവിക്കാരെ യേശുവിനെ കൂടുതൽ തീക്ഷ്ണതയോട് സ്നേഹിപ്പാൻ ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങളാണ്. I want you to see in the book of Revelation the message the Lord gave to the first and the last of those 7 churches. ഏഷ്യാമയിലുള്ള 7 സഭകൾക്ക് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ നാം വായിക്കുന്ന ലേഖനങ്ങൾ എഴുതിയപ്പോൾ ഒന്നാമത്തെയും ഒടുവിലത്തെയും സഭയ്ക്ക് എഴുതിയ സന്ദേശങ്ങൾ He said, ഒന്നാമത്തെ സഭയോട്, എഫെസോസിലെ സഭയോട്
കർത്താവ് You പറയുന്നു, have so many good qualities. നിങ്ങൾക്ക് നിരവധി സൽഗുണങ്ങളുണ്ട്. You persevere. നിങ്ങൾ വളരെ സഹിച്ചവരാണ്. Expose false apostles. കള്ള അപ്പോസ്തലന്മാരെ നിങ്ങൾ വെളിയിൽ കൊണ്ടുവന്നു. Revelation 2:2. വെളിപ്പാട് 2:2 വായിച്ചത്. And you have endured much for my name's sake, verse 3. മൂന്നാം വാക്യത്തിൽ കാണുന്നപോലെ എന്റെ നാമനിമിത്തം നീ വളരെ സഹിച്ചവളാണ്. But you have left your first love. എന്നാൽ നിന്റെ ആദ്യ സ്നേഹം നിനക്ക് നഷ്ടമായി. You don't love me like you did in the beginning. തുടക്കത്തിൽ നീ എന്നെ സ്നേഹിച്ചതുപോലെ നീ എന്നെ ഇന്ന് സ്നേഹിക്കുന്നില്ല. Say, Lord, is that a very serious thing? അപ്പോൾ നാം ചോദിക്കും, കർത്താവേ, അതത്ര ഗഹനമുള്ള ഒരു കാര്യമാണോ? We're still doing so many things for you. Our conferences happen every week, every year. എപ്പോഴും നാം ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കർത്താവേ. ആണ്ടുതോറും മുടങ്ങാതെ കോൺഫറൻസ് നടത്തുന്നുണ്ട്. മറ്റേ കാര്യങ്ങളാണ്. More people are coming to our church. ഓരോ വർഷം കഴിയും തോറും കൂടുതൽ പേർ സഭകളിലേക്ക് വരുന്നുണ്ടല്ലോ. The Lord says it means nothing to me if you lose your love for me. കർത്താവ് നമ്മോട് പറയാനുള്ളത്, ഇതൊക്കെ സംഭവിച്ചാൽ എന്നോടുള്ള നിന്റെ ആദ്യ സ്നേഹം നിനക്ക് നഷ്ടമായി വരികിൽ ഞാൻ ഒട്ടും സന്തുഷ്ടനായില്ല. You know that the Lord calls this as falling. It says in verse 5, remember from where you have fallen. 5-ാം വാക്യത്തില് നാം കാണുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക, ഇതൊരു വീഴ്ചയാണ് എന്ന് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. You know that if you lose your love for the Lord, you are a brother who is fallen. കർത്താവിനോടുള്ളതായിരിക്കുന്ന ആദ്യ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് വരികില് നീ വീണുപോയൊരു സഹോദരനാണ്, വീണുപോയൊരു You സഹോദരൻ. have to see that you are fallen. നിങ്ങൾ വീണുപോയി എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. Most believers will say they are fallen when they fall into adultery or some serious crime like that. മിക്ക വിശ്വാസികളും അവർ വീണുപോയി എന്ന് എപ്പോഴാണ് പറയുന്നതെന്നറിയാമോ? വ്യഭിചാരത്തിലോ അതുപോലെ എന്തെങ്കിലും ഒരു വലിയ പാപത്തിൽ അവര് വീഴുമ്പോൾ മാത്രമേ വീഴ്ച സംഭവിച്ചു എന്ന് പറയാറുള്ളൂ. Can you say honestly that you love Jesus like you loved him once upon a time? ഒരു സമയത്ത് നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചതുപോലെ തീക്ഷ്ണമായ ഒരു സ്നേഹം ഇന്ന് കർത്താവിനോട് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? Can't many of you think of a time in the past when you really loved Jesus with all your heart? ഭൂതകാലത്തില് എന്നോ ഒരു സമയത്ത് നിങ്ങളുടെ മുഴുവൻ ഹൃദയം കൊണ്ടും തീക്ഷ്ണമായി യേശുവിനെ നിങ്ങൾ സ്നേഹിച്ച കാര്യം നിങ്ങൾക്ക് ഓർക്കാനില്ലേ? Maybe soon after you were first converted. ഒരുപക്ഷെ നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചതിന് തുടർന്നുള്ള ആദ്യ ദിനങ്ങളാകാം. How careful you were to keep your conscience clear. നിങ്ങളുടെ മനസ്സാക്ഷി നിർമ്മലമായി സൂക്ഷിക്കുവാൻ നിങ്ങൾ എത്ര ജാഗ്രതയുള്ളവരായിരുന്നു. How ready you were willing to sacrifice. കർത്താവിനായി കഷ്ടമനുഭവിക്കുവാൻ, ത്യാഗമെടുക്കുവാൻ നിങ്ങൾക്ക് എത്ര ഒരുക്കമായിരുന്നു. Eager you were to witness to other people and give them the gospel. സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുവാൻ, സാക്ഷ്യം പറയുവാൻ എത്ര ഉത്സാഹമായിരുന്നു. And how eager you were even to give your money in the way for the Lord's work. നിങ്ങളുടെ പണം എത്രയും കുറവോ കൂടുതലോ ആയിക്കൊള്ളട്ടെ, കർത്താവിന്റെ വിലക്കായി കൊടുക്കുവാൻ നിങ്ങൾക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു. In those days you earned so little. ആ നാളുകളില് നിന്റെ വരുമാനം തുച്ഛമായിരുന്നു. But now എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? you have become rich and increased with goods. ഭൗതികമായ നിലയില് നീ സമ്പന്നനായി, നിനക്ക് വസ്തുവകൾ വർദ്ധിച്ചു. And your love for Jesus has cooled off. യേശുവിനോട് നിങ്ങളുടെ സ്നേഹം അതിന്റെ ചൂട് നഷ്ടപ്പെട്ടിട്ടാണ്. That's what the Lord told the last church. ഒടുവിലത്തെ സഭയെയും അങ്ങനെയാണ് കർത്താവ് വിളിക്കുന്നത്. Saying you have become so rich now, verse 17. മൂന്നാമത്തെ അധ്യായത്തിന്റെ 17-ാം വാക്യമാണ്, നീ ഇപ്പോൾ സമ്പന്നയായിരിക്കുന്നു. In your early days when you were converted, you were a poor brother. നീ മനസ്സാന്തരപ്പെട്ട വീണ്ടും ജനിച്ച ആദ്യ നാളുകളില് നീ ഒരു ദരിദ്ര സഭയായിരുന്നു. But now you are rich. ഇപ്പോൾ നീ സമ്പന്നയായിരിക്കുന്നു. You are a rich brother, a rich sister. നീ സമ്പന്നനായ ഒരു സഹോദരനാണ്, വളരെ സമ്പത്തുള്ള ഒരു You സഹോദരിയായിരിക്കുന്നു. don't need anything. നിനക്കിപ്പോഴും ഒന്നിന്റെയും ആവശ്യമില്ല. You have enough money to buy whatever you want. നിന്റെ ഹൃദയത്തിന് താല്പര്യമുള്ള എന്തും വാങ്ങിക്കുവാൻ ആവശ്യത്തിന് പണം നിന്റെ കയ്യിലുണ്ട്. But if you lost your love for Jesus, you don't realize that you are wretched, miserable, poor, blind, and naked. എന്നാൽ യേശുവിനോടുള്ള സ്നേഹത്തിന് തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നീ നിർഭാഗ്യ മനുഷ്യൻ, ദരിദ്രനും കുരുടനും നഗ്നനുമാണ് എന്ന് കർത്താവ് ലവോദിക്ക സഭയോട് He പറഞ്ഞു. says you haven't given up all your love. നിങ്ങളുടെ സ്നേഹം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. He says, I wish you'd give it all away. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കർത്താവ് പറയുകയാണ്, നീ മുഴുവനും ആ സ്നേഹം I wish you would stop loving me മുഴുവനും completely.
എന്നെ പൂർണ്ണമായി നീ സ്നേഹിക്കുന്നത് നിർത്തിയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവുകയാണ്. അതാണ് ശീതവാനായി നന്നായിരുന്നു എന്ന് പറയുന്നത്. അതല്ല ഏറ്റവും ഉത്തമമായ കാര്യം. എന്നാൽ മറുവശത്ത് നീ എന്നോടുള്ള സ്നേഹത്താൽ നീ ഉഷ്ണവാനായിരുന്നെങ്കിൽ, നീ തീഷ്ണതയുള്ളവനായിരുന്നെങ്കിൽ. 15-ാം വാക്യത്തിൽ നീ ഉഷ്ണവാനോ ശീതവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. എന്നോടുള്ള സ്നേഹത്താൽ നിന്റെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, എന്നോട് അല്പം പോലെ സ്നേഹമില്ലാതെ എന്നോടുള്ള സ്നേഹം ത്യജിച്ചവനായി നീ മാറിയിരുന്നെങ്കിലും ഞാൻ ആശിക്കുകയാണ്. You want a wife who loves you and also loves a few other men? വിവാഹം കഴിച്ച ഭർത്താക്കന്മാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെയും അതോടൊപ്പം കുറെ മറ്റു പുരുഷന്മാരെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ നിങ്ങളിൽ എത്ര പേർക്ക് വേണം? Or you want someone who loves only you? നിങ്ങളെ മാത്രം മുഴുവൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു ഭാര്യയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവും അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. So my brothers and sisters, എന്റെ സഹോദരി സഹോദരന്മാരെ, if there's one thing we must preserve, നാം നമ്മുടെ ജീവിതത്തില് സംരക്ഷിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, I'm telling you from 47 years of my own experience, 47 വർഷത്തെ എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, God is my witness. I have tried to preserve one thing in my life. ഈ ഒരൊറ്റ കാര്യം എന്റെ ജീവിതത്തില് സൂക്ഷിക്കുവാൻ ഞാൻ എല്ലാ നിലയിലും പരിശ്രമിച്ചിട്ടുണ്ട്. ദൈവം അതിന്റെ സാക്ഷിയാണ്. എന്റെ മുഴുവൻ ഹൃദയം കൊണ്ട് യേശുവിനെ സ്നേഹിക്കുവാൻ നിരന്തരമായി എന്റെ ഹൃദയത്തെ ശോധന ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. മറ്റെന്തെങ്കിലും യേശുവിനോടുള്ള സ്നേഹത്തിന്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ടോ? എന്റെ ശുശ്രൂഷ എങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കർത്താവ് വിവിധ സ്ഥലങ്ങളില് എഴുന്നേൽപ്പിച്ചിട്ടുള്ള സഭകള്, വിശ്വാസികള്, ഞാൻ കർത്താവിനോട് പറയാനുണ്ട്, കർത്താവേ നിനക്കിതെല്ലാം എന്നിൽ നിന്ന് എടുത്തു കളയാം, എനിക്ക് ഈ കാര്യങ്ങൾ ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും നിന്നെ സ്നേഹിക്കണം. അവിടുന്ന് തന്നെയാണ് ഈ സഭകളെ എഴുന്നേൽപ്പിച്ചത്. അവ ഒരു കാലത്തും എന്റേതായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് നിന്നെ സ്നേഹിക്കട്ടെ. മുഴുവൻ ഹൃദയം കൊണ്ടും അങ്ങേ മാത്രം സ്നേഹിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തെ സംരക്ഷിച്ചത് ഈ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തില് നിലനിർത്താൻ പോകുന്നത് ഈ ഒരാഗ്രഹമാണ്. യേശുവിനെ സ്നേഹിപ്പാൻ എന്നെ സഹായിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്ന് എന്റെ സാക്ഷ്യവും ചുരുക്കമായി നിങ്ങളോട് ഞാൻ പറയാം. ഈ കഴിഞ്ഞ 47 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തില് എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ, സ്നേഹത്തിൽ നിലനിൽപ്പാൻ എന്നെ സഹായിച്ച രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ വർഷത്തെക്കാൾ അധികം കർത്താവിനോടുള്ള സ്നേഹത്താൽ അടുത്ത വർഷം എരിയുവാനാണ് എന്റെ ആഗ്രഹം. സത്യസന്ധമായി ഞാൻ പറയാം, ദൈവം എനിക്ക് ഒരു വർഷം കൂടെ തരുന്നു വരികില് എന്റെ ക്രിസ്തീയ സുരക്ഷ അല്പം കൂടെ വളരണമെന്നുള്ളതല്ല എന്റെ ആഗ്രഹം. യേശുവിനോടുള്ള സ്നേഹത്തിൽ എനിക്ക് വളരണം. എന്റെ ശുശ്രൂഷ അല്പം കൂടെ പരിമിതപ്പെട്ട് ചെറുതായിക്കൊള്ളട്ടെ, അത് വിഷയമല്ല. എനിക്കതിൽ അശേഷം താല്പര്യമില്ല. I have pulled myself out of every committee, everything, in every church. ഏതെങ്കിലും സഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ ഉത്തരവാദിത്ത സ്ഥാനങ്ങള്, കമ്മിറ്റികളിലെ അംഗത്വം, ഇതെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു. എനിക്കിതിലൊന്നും ഒരു അവസാന നാളുകളിൽ ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് ഗ്രഹിച്ചിട്ടുള്ളതിനാൽ ഈ അന്ത്യനാളുകളിൽ യേശുവിനെ ഹൃദയം മുഴുവൻ കൊണ്ട് സ്നേഹിക്കണമെന്നുള്ളതാണ് എന്റെ ഏക. എന്നെ സഹായിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇതാ. ഒന്നാമത്തേത്, the thing that's helped me to love Jesus more is to know how much He loved me. യേശുവിനെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം കർത്താവിനെ എന്തുമാത്രം സ്നേഹിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ്.
നമ്മെ കർത്താവ് സ്നേഹിച്ചെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും But I think most of us don't know how much He loved us. എന്തുമാത്രമാണ് ദൈവം നമ്മെ സ്നേഹിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാ. And that's why we love Him so little. അതുകൊണ്ടാണ് നാം തിരിച്ച് അവനെ വളരെ കുറച്ച് മാത്രം When സ്നേഹിക്കുന്നത്. you know the truth will make you free to love Jesus with all your heart. നിങ്ങൾ സത്യം അറിയുമ്പോൾ നിങ്ങൾ മുഴുവൻ ഹൃദയം കൊണ്ട് യേശുവിനെ സ്നേഹിപ്പാൻ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് And I want സ്വതന്ത്രമാക്കും. to try and help you to see that love this evening. ഇന്ന് രാത്രിയില് ദൈവത്തിന് നമ്മളുടെ മഹാസ്നേഹം എന്ത് അളവിൽ ഉണ്ടെന്നുള്ളത് കാണുവാൻ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഒരു പരിശ്രമം 1 നടത്തുകയാണ്. John 4:19. 1 യോഹന്നാൻ 4:19. We love Him because He first loved us. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നത്. See, our love for Him is dependent on knowing how much He loved us. എന്തുമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് നാം അറിയുന്നതിനോട് ബന്ധപ്പെട്ടാണ് നമുക്ക് അവനെ തിരിച്ചു സ്നേഹിക്കാൻ It's കഴിയുന്നത്. very easy to love Him with all our hearts when we know how much He loved us. മുഴുവൻ ഹൃദയം കൊണ്ടും കർത്താവിനെ സ്നേഹിക്കുന്നത് എളുപ്പമായി തീരും. ദൈവം നമ്മെ എത്രയധികം സ്നേഹിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നത്. The second thing that's helped me എന്നെ സഹായിച്ച രണ്ടാമത്തെ കാര്യം is to know how much He forgave me. എത്രയധികം ദൈവം എന്നോട് ക്ഷമിച്ചു എന്നുള്ളത് ഞാൻ അറിയുന്നതാണ് രണ്ടാമത്തെ കാര്യം. That we read in Luke chapter 7. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് അതിന്റെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത്. Luke chapter 7 verse 47. ലൂക്കോസ് 7:47 വാക്യം. ആകയാൽ ഇവരുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. He who is forgiven little loves little. അല്പം മാത്രം മോചിച്ചു കിട്ടിയവൻ അല്പം മാത്രം സ്നേഹിക്കും. He who is forgiven much loves much. ധാരാളമായിട്ട് പാപക്ഷമ ലഭിച്ച ഒരു വ്യക്തി വളരെയധികം സ്നേഹിക്കും. So you may say, does it mean, Brother Zach, that we all have to go and sin a lot in order to love Jesus? നിങ്ങൾ ചിലരെങ്കിലും അതിനെ ഒരുപക്ഷെ എന്നോട് ചോദിച്ചേക്കാം, സഹോദര, ഒരുപാട് ക്ഷമിക്കപ്പെടണമെങ്കിൽ ഒരുപാട് പാപം ചെയ്യട്ടെ, അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വഴിയാണ് പറഞ്ഞു തരുന്നത്. We have all sinned enough. എന്നാൽ ഞാൻ പറയാം, കൂടുതൽ പാപം ഇനി ചെയ്യേണ്ട കാര്യമില്ല. നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ തന്നെ ആവശ്യത്തിലധികമാണ്. നിങ്ങളെ ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടോ നിങ്ങളെ വളരെ കുറച്ച് മാത്രമേ പാപം ചെയ്തിട്ടുള്ളൂ? The Lord will show you there are crores of sins you have committed, even though you were brought up in a God-fearing family. ദൈവഭക്തിയുള്ള ഒരു കുടുംബത്തിലാണ് നിങ്ങൾ ജനിച്ചു വളർന്നതെങ്കിലും ഇതുവരെയുള്ള ജീവിതത്തിനിടയില് കോടിക്കണക്കിന് പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കർത്താവ് നിങ്ങളെ കാണിക്കുവാൻ കഴിയും. That's what the Lord showed me. കർത്താവ് എന്നെ ആ കാര്യം കാണിച്ചു. I never committed adultery in my life, murder, bank robbery, nothing. But the Lord showed me the depth and corruption of my own heart. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ബാങ്ക് കൊള്ളയടിച്ചിട്ടില്ല, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. But I saw the corruption of my own heart. എന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത എനിക്ക് കാണാനിടയായി. I saw the seriousness of little sins. കൊച്ചു കൊച്ചു പാപങ്ങൾ എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് എനിക്ക് കാണാനിടയായിട്ടുണ്ട്. I honestly say, I saw myself as the chief of sinners. ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയാം, പാപികളിൽ ഒന്നാമനായിട്ട് എനിക്ക് എന്നെ തന്നെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. That's what made me love Jesus. അതാണ് യേശുവിനെ അധികം സ്നേഹിപ്പാൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. Paul said he kept all the law, but he saw himself as the chief of sinners. How is that possible? പൗലോസിന്റെ സാക്ഷ്യം നാം കേട്ടിട്ടുണ്ടല്ലോ. ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു ന്യായപ്രമാണം എല്ലാം അനുഷ്ഠിച്ചവൻ അവനാണ് പറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. We think the chief of sinners is the murderer and the adulterer. വ്യഭിചാര കർമ്മമോ കൊലപാതകമോ ചെയ്യുന്നവനാണ് പാപികളില് ഒന്നാമതെന്നാണോ നാം ധരിച്ചിരിക്കുന്നത്? It's not a question of how many sins you commit. It's a question of whether you can see the seriousness of sin in your life. സഹോദരങ്ങളെ, നാം എത്ര അധികം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല നാം ശ്രദ്ധിക്കേണ്ട വിഷയം. നാം ചെയ്ത പാപങ്ങളുടെ ഗൗരവം എത്ര അധികമാണ് എന്ന് നാം കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. I tell a lie before I am converted. ഞാന് വീട്ടിൽ ജനിക്കുന്നതിന് മുൻപേ ഞാനൊരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതൊരു പാപമാണ്. If I tell a lie after I am born again, ഞാൻ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം കള്ളം പറഞ്ഞാൽ that is equal to telling 100 lies in my unconverted days. എന്റെ മനസ്സാന്തരത്തിന് മുൻപുള്ള നാളുകളിൽ 100 കള്ളം പറയുന്നതിന് തുല്യമാണ്. രക്ഷിക്കപ്പെട്ട ഞാൻ ഒരു കള്ളം. If I am angry with somebody in my unconverted days, മനസ്സാന്തരപ്പെടാതിരുന്ന കാലത്ത് ഞാൻ ആരോടെങ്കിലും കോപിച്ചിരുന്നെങ്കിൽ അത് പാപമാണ്. Anger is a sin. പാപമാണ് കോപം. But if I am angry with a person after I am born again, വീണ്ടും ജനിച്ച് ഞാൻ ഒരു വ്യക്തിയോട് കോപിച്ച് that is സംസാരിക്കുന്നത് equal to murder in my unconverted days. എന്റെ വിടുജനത്തിന്റെ മുൻപുള്ള നാളുകളിൽ ഞാൻ ആരെങ്കിലും കൊല ചെയ്തതിന് തുല്യമാണ് ഇന്ന് ഞാൻ കോപിക്കുന്നത്. If I was lusted with my eyes in my unconverted days, that's a sin. എന്റെ മുൻപുള്ള പഴയ ജീവിതത്തില് ഞാൻ കണ്ണുകൊണ്ട് മോഹിച്ചെന്ന് വരികിൽ അത് നിശ്ചയമായി. But if I lust with my eyes after I am born again, that is like physically committing adultery with a woman. വീണ്ടും ജനിച്ച ഞാൻ എന്റെ കണ്ണുകൾ കർത്താവിന് നൽകിയ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇന്ന് മോഹിക്കുകയാണെന്ന് വരികില് ഞാൻ വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ്. And if I lusted just 25 times after I was born again, it is like my having slept with 25 women after I was converted. ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം 25 പ്രാവശ്യം എന്റെ കണ്ണുകൾ മോഹത്തിനായി വിട്ടുകൊടുത്തെന്ന് വരികില് 25 വ്യത്യസ്ത സ്ത്രീകളോടുകൂടി ഞാൻ വ്യഭിചാരം ചെയ്ത വ്യക്തികൾ. How many hundreds of people you have committed adultery with? ആ തോത് വെച്ച് അളവുപോലെ വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം 100 കണക്കിന് പേരോട് നിങ്ങൾ ചേർന്ന് പാപം വ്യഭിചാരം. How many people you have murdered? എത്ര പേര് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കൊല ചെയ്തിട്ടുണ്ട്? Murdered with your tongue by speaking evil about them. ആളുകളെ കുറിച്ച് ദൂഷണം പറഞ്ഞ് അവരെ കൊല ചെയ്ത എത്ര 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 സന്ദർഭങ്ങൾ. You're not going to hear such preaching in the last days. അവസാന നാളുകളില് ഈ വിധത്തിലുള്ളതായ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കുവാൻ ബുദ്ധിമുട്ടാണ്. Because sin is going to increase. പാപം വർദ്ധിക്കുവാൻ പോവുകയാണ്, അധർമ്മം പെരുകുവാൻ പോവുകയാണ്. They will only fool you and deceive you, tell you how you can get a better house and a better car, etc. നിങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചമായ ഒരു വീട്, കുറച്ചുകൂടെ നല്ല ഒരു കാറ്, ജീവിത സൗകര്യങ്ങൾ എങ്ങനെ ലഭിക്കാൻ കഴിയും എന്ന് സംസാരിച്ച് നിങ്ങളെ വിഡ്ഢികളാക്കിയുള്ളൂ ഇനിയും വരാൻ പോകുന്ന പ്രസംഗം. You can get the biggest house and the biggest car in the world and go to hell. നിങ്ങൾക്ക് ലോകത്തിലേക്കും വില കൂടിയ ഭവനമോ കാറോ ഉള്ളവനായിട്ട് നരകത്തിലേക്ക് പോകുവാൻ കഴിയും. It is sin that is going to increase in the last days. അവസാന നാളുകളില് പാപം പെരുകുവാൻ പോവുകയാണ്, അധർമ്മം വർദ്ധിക്കാൻ പോവുകയാണ്. We need to see the seriousness of sin and we need to see how much Jesus loved us. പാപത്തിന്റെ ഗൗരവം നാം അധികം അധികം മനസ്സിലാക്കുകയും എത്രയധികം യേശു നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് നാം അറിയുകയും ചെയ്യണം. I want to show you 3 places in the universe where you see the seriousness of sin. പാപത്തിന്റെ ഗൗരവം നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിലെ 3 സ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന് ഏദൻ തോട്ടമാണ്, 2 കാൽവരി യേശു ക്രൂശിക്കപ്പെട്ട ഇടമാണ്, 3 നരകമാണ്. All these 3 places tell us the seriousness of sin. ഈ 3 സ്ഥലങ്ങളും പാപം എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് നമ്മോട് പറയുന്നു. For one sin, Adam was turned out of paradise. കേവലം ഒരു പാപം നിമിത്തമാണ് ആദ്യ മനുഷ്യനായ ആദം പരദീസയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. ഒരു പാപം അത്ര ഗൗരവമുള്ള കാര്യമാണോ? Adam didn't murder his wife or anything like that. ആദം തന്റെ ഭാര്യയായിരുന്ന ഹൗവയെ കൊല ചെയ്തില്ലല്ലോ. He did a small thing. ഒരു വളരെ ചെറിയ കാര്യമല്ലേ, ഒരു തെറ്റല്ലേ അവൻ ചെയ്തുള്ളൂ. God told him not to eat from one tree. He went and ate. ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം അവരോട് പറഞ്ഞു. അവൻ അത് ഭക്ഷിച്ചു, അത്രയൊക്കെ ചെയ്തുള്ളൂ. Is that such a serious sin that you should be turned out of paradise forever? എന്നേക്കുമായിട്ട് പരദീസയിൽ നിന്നും പുറത്താക്കപ്പെടുവാൻ തക്കണം അത്ര ഗൗരവകരമായ ഒരു കുറ്റമാണോ ആദം ചെയ്തത്? Is that sin so serious that all your children have to suffer for 6,000 years? തുടർന്ന് വന്ന 6000 വർഷങ്ങൾ സന്തതി പരമ്പരകളൊക്കെയും രോഗം കൊണ്ട് വിവിധ നാശത്തിന് കഷ്ടപ്പെടുവാൻ ഇടയാക്കിയ അത്ര വലിയ കാര്യമാണ് ഈ ഒരു പാപം. Is that sin so one small thing that you ate from one tree? ഒരു വൃക്ഷത്തിന്റെ ഒരു ഫലം തിന്നെന്ന് പറയുന്ന ആ നിസ്സാരമായ ആ കാര്യമാണോ ഇതിനെല്ലാം കാരണം? Serious that Adam's children have to die of AIDS, thousands of them,
millions of them. ആദാമ്യ വർഗത്തിൽ പിറന്ന 1000-10,000 ആളുകള്, കുഞ്ഞുങ്ങള് പ്രത്യേകിച്ചും എയ്ഡ്സ് പോലുള്ള മാരക രോഗം കൊണ്ട് മരിക്കുവാൻ ഇടയാകത്തക്ക അത്ര ഗൗരവമുള്ളതാണോ ഈ പാപം? Is that sin so serious that the whole world should be flooded with snakes and lions and thorns and all types of problems? ഈ ലോകം മുഴുവനും വിഷപ്പാമ്പുകളും മുള്ളുകളും അതുപോലെ തന്നെ സിംഹത്തെ പോലുള്ള ക്രൂര മൃഗങ്ങളും ഒക്കെ നിറയാൻ തക്കവണ്ണം അത്ര ഗൗരവമുള്ളതാണോ ഈ ഒരു പാപം? Millions of people should fight in wars and kill each other. One small sin of eating one tree. ലക്ഷക്കണക്കിന് ആളുകൾ ലോക മഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെടുവാൻ തക്കവണ്ണം, അന്യോന്യം പോരടിച്ച് മരിക്കാൻ തക്കവണ്ണം കേവലം ഈ ഒരു പാപം അത്ര ഗൗരവമുള്ളതാണോ? Because of one small sin. ഒരു ചെറിയ പാപമാണ് ഇതിനെല്ലാം കാരണം. We don't understand the seriousness of sin. That is why we think it is so light. പാപത്തിന്റെ ഗൗരവസ്ഥ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പാപത്തെ നാം ലഘുവായിട്ട് എടുക്കുന്നത്. Sometimes when I show somebody something in scripture, ചിലപ്പോൾ ചിലരെ ദൈവവചനത്തിൽ നിന്നും എന്തെങ്കിലും കാര്യം ഞാൻ കാണിക്കുമ്പോൾ വലിയ വലിയ കാര്യമൊന്നുമല്ല, small thing that God has commanded. കർത്താവ് കൽപ്പിച്ചിട്ടുള്ള വളരെ ചെറിയൊരു കാര്യം. In half a verse, that's all. The whole 31,000 verses in the Bible only mentioned in half a verse. തിരുവനന്തപുരത്തുള്ള ഏതാണ്ട് 31,000 വാക്യങ്ങളില് ഒരു വാക്യത്തിന്റെ ഒരു ശകലം, ഒരു ഭാഗം. They say, oh, brother said, that is not the main thing. അവരുടെ മറുപടി എന്താണെന്നറിയാമോ സഹോദര, ഇത് എത്ര വലിയൊരു കാര്യമാണ്. It's a small thing. വളരെ ചെറിയ കാര്യമാണ്. It's not a question of small things. It's a question of who commanded it. ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പന എത്രയും നിസ്സാരമാണ് എന്നല്ല നീ ചിന്തിക്കേണ്ടത്. ഈ കൽപ്പന നൽകിയവനാരാണ്? Almighty God, creator of the universe, who wrote that half verse. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവമാണ് ആ വാക്യ ശകലം നിനക്ക് തന്നത്. That is why I never look at any half a verse and say, oh, it's a small thing. ഒരു വാക്യത്തിന്റെ മുറിയുള്ളെങ്കിലും ഇത് നിസ്സാരമാണെന്ന് ഞാൻ കരുതാത്തത് ഇതുകൊണ്ടാണ്. ഇത് നൽകിയവനെ എനിക്കറിയാം. You read in Genesis 2, it's only half a verse. It said, don't eat from the tree of knowledge before you eat. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു വാക്യത്തിന്റെ പകുതിയേ ഉള്ളൂ, ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്ന്. God didn't even say it a second time. ദൈവം ഒറ്റ പ്രാവശ്യം പറഞ്ഞത്, രണ്ടാമത് ഒന്ന് ഓർപ്പിച്ചു പോലുമില്ല. The 10 Commandments you repeat it twice, Exodus and Deuteronomy. നിങ്ങൾ 10 കൽപ്പനകളുടെ കാര്യം ഓർത്താല് ഒരു പ്രാവശ്യം കൂടെ ദൈവം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ. But this half a verse, ഈ മുടിവാക്കി, you mean all the problems in the world for 6,000 years have come through disobeying half a verse? നിങ്ങള് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അപ്പോഴ് ലോകത്തിൽ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാം ഉടലെടുത്തത് ഒരു അരവാക്യം അനുസരിക്കാതിരുന്നതുകൊണ്ടാണോ? It's a question of who commanded. ഞാൻ ആവർത്തിച്ച് പറയട്ടെ സഹോദരങ്ങളെ, ആ വാക്യത്തിന്റെ ദൈർഘ്യമല്ല, കൽപ്പനയുടെ ദൈർഘ്യമല്ല, മറിച്ച് ആരാണ് ഈ കൽപ്പന നൽകിയെന്നുള്ളതാണ് ഇതിനെ ഗൗരവമുള്ളതാക്കുന്നത്. I say to you, brothers and sisters, if you see half a verse in the Bible, ask yourself who commanded it. നിങ്ങൾ തിരുവനന്തപുരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കൽപ്പന, ഒരു വാക്യത്തിന്റെ പകുതിയേ ഉണ്ടാവുകയുള്ളൂ, അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇത് ആര് നൽകിയ കൽപ്പനയാണ്. Then I have to tremble to obey. അങ്ങനെയെങ്കിൽ ആ ചെറിയ കൽപ്പന അനുസരിക്കുന്ന കാര്യത്തില് ഞാൻ ഭയവും വിറയലുമുള്ളവനാകണം. One of my great desires has been that God will look upon me with favor all the time. എന്റെ ഹൃദയത്തിന്റെ ഒരു വലിയ ആഗ്രഹമാണ്, എന്റെ ജീവിതത്തിലുടനീളം കർത്താവ് മനസ്സലിവോടെ എന്നെ നോക്കണം. And I know that if God looks upon me with favor, not only I will be blessed, my children will be blessed. കർത്താവ് മനസ്സിലൂടെ എന്നെ നോക്കുന്നിടത്തോളം കാലം ഞാൻ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്, എന്റെ മക്കളും My അനുഗ്രഹിക്കും, grandchildren will be blessed. എന്റെ കൊച്ചുമകൾ What അനുഗ്രഹിക്കപ്പെടും. is in the Bible? The seed of the righteous will be blessed. അത് ദൈവ വചനം നമുക്ക് നൽകുന്ന വാഗ്ദത്തമാണ്. നീതിമാന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. Not only for you. ഇത് എനിക്ക് മാത്രമല്ല ഈ വാഗ്ദത്തം, ദൈവമക്കളായ നിങ്ങൾ ഓരോരുത്തർക്കും. Make sure that God looks upon you with favor. ദൈവം നിങ്ങളോട് മനസ്സിലുള്ളവനായി കൃപയോടെ നിങ്ങളെ നോക്കുന്നു എന്ന് നിങ്ങൾ എല്ലാ സമയത്തും ഉറപ്പാക്കണം. I don't want anybody on earth to look upon me with favor. I don't want favor from a single human being in the whole world. ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ഒരൊറ്റ മനുഷ്യന്റെയും ഔദാര്യം എനിക്ക് വേണ്ട, ഒരു മനുഷ്യന്റെയും മനസ്സിലുമല്ല എനിക്ക് വേണ്ട. I don't want any money from anyone. I don't want any honor from anyone. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ധനമോ ആരെങ്കിലും എന്നെ മാനിക്കുന്നതോ ഞാൻ But I അന്വേഷിക്കുന്നില്ല. want my Father in
heaven to look upon me with favor. എന്നാൽ എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എന്നെ കരുണയോടും കൃപയോടും കൂടെ നോക്കണം എന്നെനിക്ക് നിർബന്ധമാണ്. Because of me, I know it will go well with me, my wife, my sons, my grandchildren, everyone. കർത്താവിനോട് കൃപാലുവാണെങ്കിൽ എന്റെ കാര്യത്തിൽ മാത്രമല്ല എന്റെ മക്കള്, കൊച്ചുമക്കള്, എന്റെ സന്തതി തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. How can I get God to look upon me with favor? കൃപാലുവായ ദൈവം എന്നെ നോക്കുവാൻ എങ്ങനെയാണ് ഇടയാകുന്നത്? Look at this verse. യെശയ്യാ പ്രവചനത്തിലെ ഈ വാക്യം Chapter 66, Isaiah 66. യെശയ്യാവിന്റെ പ്രവചനം 66-ാം അധ്യായം. The Lord says, കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. Heaven is my throne and earth is my footstool. സ്വർഗ്ഗത്തിന്റെ സിംഹാസനമാണ്, ഭൂമിയുടെ പാദപീഠമാണ്. Where is the church you're going to build for me? നിങ്ങൾ എനിക്ക് എവിടെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു പള്ളി പണിയാൻ പോകുന്നത്? Where is the place where I can rest? എനിക്ക് വിശ്രമിക്കുവാനുള്ള സ്ഥലം എവിടെയാണ്? Earth is my footstool. ലോകത്തിൽ നിങ്ങൾ എവിടെ പണിതാലും എന്റെ കാല് വെക്കാനുള്ള പാദപീഠമാണിത്. You can't do anything for me. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. Across this earth, I will look with favor on this type of man. ഞാന് കടാക്ഷിക്കാൻ പോകുന്നത് ആരെയാണെന്നറിയാമോ? കൃപയോടെ നോക്കാൻ പോകുന്നത് ആരെയാണെന്നറിയാമോ? രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം. One who is humble, അരിഷ്ടനായിരിക്കുന്ന വിനയമുള്ളവർ, contrite of spirit, മനസ്സ് തകർന്ന ആത്മാവിൽ നൊറുക്കമുള്ളവർ, because of his sin, തന്റെ പാപം നിറഞ്ഞ ജീവിതം കൊണ്ട് ഹൃദയം തകർന്ന് വ്യഥ അറിയുന്നവർ, who weeps because of his unChristlikeness he sees in his own life. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് വിഭിന്നമായ തന്റെ ജീവിതം കണ്ട് കരയുന്നവർ, who trembles at my word. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, എന്റെ വചനത്തിൽ വിറയ്ക്കുന്നു. He reads half a verse and അവൻ trembles. ദൈവവചനത്തിന്റെ ഒരു വാക്യത്തിന്റെ പകുതി വായിച്ചാൽ മതി, അവൻ വിറയുണ്ടാവും. He doesn't say, it's a small thing. ഇതൊരു നിസ്സാര കാര്യമാണല്ലോ എന്നവൻ പറഞ്ഞ് ഒഴിയുകയും. This is the Christendom in which we live today, where people look at God's word and say, it's a small thing, brother, that's not for me. ഇന്ന് നാം ജീവിക്കുന്ന ക്രിസ്തീയ ലോകം ഈ നിലയിലെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പന ചെറിയതോ വലിയതോ വായിച്ചതിന് ശേഷം പറയണോ, ഇതത്ര പ്രധാനം. Many years ago I decided I will tremble at the word of God. വർഷങ്ങൾക്ക് മുൻപേ ഞാൻ തീരുമാനമെടുത്തു, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എപ്പോഴെങ്കിലും ഞാൻ ശ്രദ്ധിച്ചാൽ ഞാൻ അതിനെ മുൻപിൽ everything in my life I will try to order exactly according to God's word. എന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനാനുസൃതമായി ക്രമീകരിക്കുവാൻ ഞാൻ എല്ലായ്പ്പോഴും ഉത്സാഹിക്കും. Bring up my children exactly according to God's word. ദൈവത്തിന്റെ വചനപ്രകാരം എന്റെ മക്കളെ ഞാൻ വളർത്തും എന്ന് തീരുമാനിച്ചു. I will treat my wife exactly like the Bible says I should treat her. എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് തിരുവചനം നിഷ്കർഷിക്കുന്നു, അതേ നിലയിൽ ഞാൻ പെരുമാറും എന്ന് ഞാൻ തീരുമാനിച്ചു. The Bible says I must love all my enemies. I will love all my enemies. എന്റെ എല്ലാ ശത്രുക്കളെയും ഞാൻ സ്നേഹിക്കണമെന്ന് ദൈവവചനം എന്നോട് പറയുന്നെങ്കിൽ അത് അനുസരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. The Bible says I shouldn't love money. I will fight with all my heart not to love money. ഞാൻ പണത്തെ സ്നേഹിക്കരുതെന്ന് ദൈവം എന്നോട് കൽപ്പിക്കുന്നത് വരികില് ഞാൻ അവസാനം വരെയും ദ്രവ്യാഗ്രഹത്തിനെതിരെ പോരാട്ടത്തിലായിരിക്കും. Every little thing. ഏറ്റവും ചെറിയ കാര്യം. And I decided that if I build one church, it will be exactly like the church described in the Acts of the Apostles in the New Testament. ഞാൻ ആ കാലത്തെടുത്ത തീരുമാനങ്ങളാണ്. ഏതെങ്കിലും ഒരു സഭയ്ക്ക് അടിസ്ഥാനമിടുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചാൽ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തില് തുടർന്നുള്ള പുതിയ ഭാഗങ്ങളിൽ കാണുന്ന ദൈവത്തിന്റെ പ്രകാരമുള്ള സഭയായിരിക്കും. I will not follow the pattern I see in other churches. ലോകത്തിലെ ഇതര സഭകളിൽ കാണുന്ന മാതൃക ഞാൻ പിന്തുടരുകയില്ല. ദൈവവചന പ്രകാരം I will believe the Bible completely. ദൈവത്തിന്റെ തിരുവചനം പൂർണ്ണമായി ഞാൻ വിശ്വസിക്കും. And I will tremble at His word. അവിടുത്തെ വചനത്തിങ്കിൽ ഞാൻ വിറയ്ക്കുന്നവനായിരിക്കും. If God tells me to honor my father and mother, I will honor my father and mother. എന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് ദൈവനോട് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിരിക്കും. My father died when he was over 80. My mother died when she was over 90. Till the end, I honored them. എന്റെ പിതാവ് 80 വയസ്സ് കഴിഞ്ഞു, എന്റെ മാതാവ് 90 വയസ്സ് കഴിഞ്ഞുമാണ് മരിച്ചു പോയത്. അവന്റെ അവസാന സമയം വരെയും ഞാൻ അവരെ ബഹുമാനിച്ചിരുന്നു. I didn't agree with them in everything. എല്ലാ കാര്യങ്ങളിലും ഞാൻ അവരോട് യോജിച്ചിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. After I left their home, I took my own decisions, but I honored them to the end of my life. അവരോടൊപ്പം താമസിക്കുന്ന കാര്യം
തീർന്നതിന് ശേഷം, എന്റെ സ്വന്തം ഭവനമായതിനു ശേഷം ഞാൻ അവരെ എല്ലാത്തിലും ബഹുമാനിച്ചിരുന്നു. എന്നാൽ എന്റെ സ്വന്തം തീരുമാനങ്ങൾ ഞാൻ എടുത്തിരുന്നു. ദൈവത്തിന്റെ വചനം നൽകിയ വാഗ്ദത്തം പൊള്ളയല്ല എന്ന് ഞാൻ എന്റെ അനുഭവത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. I feel sorry when I see a generation of people today who don't know how to honor their parents, who don't know how to honor older brothers and sisters. മാതാപിതാക്കന്മാരെ ബഹുമാനിപ്പാൻ താല്പര്യമില്ലാത്ത, മുതിർന്ന സഹോദരങ്ങളെ ബഹുമാനിപ്പാൻ മനസ്സില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിന് വളരെ ഉത്കണ്ഠയുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാരെ സമയത്തോളം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. വലിയവനായ ദൈവം പോലും വിലമതിക്കുന്ന ഒരു ദൈവത്തിന്റെ മനുഷ്യനെ, ഒരു ദൈവത്തിന്റെ സ്ത്രീയെ ബഹുമാനിപ്പാൻ യുവതലമുറയ്ക്ക് താല്പര്യമില്ല. ദൈവം പറയുകയാണ്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തിന്റെ മനുഷ്യരെ, ദൈവത്താൽ മാന്യരെന്ന് എണ്ണപ്പെടുന്നവരെ ബഹുമാനിക്കുവാൻ ചെറുപ്പക്കാർ പലർക്കും താല്പര്യമില്ല. ആർക്കാണ് നഷ്ടമുണ്ടാകാൻ പോകുന്നത്? ഞാൻ എന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാൻ മനസ്സിലാത്തവരാണെങ്കിൽ നഷ്ടം എന്റെ മാതാപിതാക്കന്മാർക്കല്ല, എനിക്ക് തന്നെയാണ്. ദൈവത്തിന്റെ ഓരോ വചനത്തെങ്കിലും വിറയ്ക്കുവാൻ, ഗൗരവമായിട്ട് എടുക്കാൻ ഞാൻ ഞാൻ എത്ര നാളിനെയും ലോകത്തിൽ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഒരു കാര്യം പ്രവചിക്കാം, എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മ ഞാൻ അനുഭവിക്കും. ഭൂതകാലത്ത് സുവിശേഷത്തിനായി, ദൈവവചനത്തിനായി എന്തൊക്കെ കഷ്ടങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അന്ത്യശ്വാസം വരെയും കൃപയോടെ കർത്താവ് എന്നെ നോക്കും. ആരൊക്കെ എന്നോട് പോരാടും, ആരൊക്കെ എനിക്കെതിരെ കുറ്റാരോപണം നടത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവിന്റെ കൃപയും കരുണയും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുവാൻ ഈ നാളുകളൊക്കെയും ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. പാപത്തിന്റെ ഗൗരവാവസ്ഥ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ ഇടം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് കാൽവരി കുന്നാണ്. യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപുള്ളതായിരിക്കുന്ന നിമിഷങ്ങൾ ശ്രദ്ധിക്കുക. ഗെത്സമനിൽ വെച്ച് യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുക. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. മത്തായി സുവിശേഷം 26-ാം വാക്യം. യേശു തുറന്ന് പറഞ്ഞ എന്താണ്? അതങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ അത് നിറവേറട്ടെ, ഞാനത് തയ്യാറാണ്. ഈ കാര്യത്തിന് വേണ്ടി ഒരു നാഴിക, ഒരു മണിക്കൂർ. 42-ാം വാക്യത്തിൽ രണ്ടാമതും പോയി ഇതേ കാര്യം പ്രാർത്ഥിച്ചു. 44-ാം വാക്യത്തിൽ വീണ്ടും മൂന്നാമത് ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. 40-ാം വാക്യത്തിൽ കാണുന്ന പോലെ ആദ്യത്തെ പ്രാർത്ഥന തന്നെ ഒരു നാഴിക ദൈർഘ്യമുള്ളതായിരുന്നു. 1 hour. ഒരു മണിക്കൂർ ഇവിടെ കാലിന്മേൽ ഒരു മണിക്കൂർ പിതാവിനെ മുമ്പാകെ പ്രാർത്ഥിക്കണം. പിതാവേ, പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കുവാൻ, മാറ്റുവാൻ. തന്റെ ശിഷ്യന്മാർ ഉറങ്ങുന്നതായി കണ്ട് വീണ്ടും മടങ്ങിപ്പോയി ഒരുപക്ഷെ വീണ്ടും പിതാവേ, ഈ പാനപാത്രം എങ്കിലും നീക്കണമേ. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ പാനപാത്രം? ക്രൂശിലുള്ളതായ ആശ്ചര്യമായ മരണമായിരുന്നില്ല. ക്രിസ്തീയ രക്തസാക്ഷികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അവർ കൊലമരത്തിലേക്ക് അവര് പാട്ട് പാടിക്കൊണ്ട്
സിംഹങ്ങളുടെ വായിൽ അവരെ വീഴുവാൻ തുടങ്ങും. Oh, they were burned at the stake. They were singing praises to God. അവരെ തീ വെച്ച് ചുട്ട് കൊന്ന സമയത്ത് അവരെ പാട്ടുപാടിക്കൊണ്ട് മരണത്തെ വരിച്ചവരാണ്. None of them said, "Oh Father, please take this cup away from me." ഈ രക്തസാക്ഷികൾ ആരും തന്നെ അവരുടെ സ്വർഗീയ പിതാവിനോട് ഇവണ്ണം പ്രാർത്ഥിച്ചില്ല, പിതാവേ ഈ പാനപാത്രം ഒഴിവാക്കി Can തരണേ. you imagine that Jesus was afraid of being crucified? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവത്തിനായിരിക്കുന്ന യേശു ക്രൂശിലെ മരണത്തെ കുറിച്ച് പേടിയുള്ളവനായിരുന്നു? He would have been ready to die 1,000 Calvaries physically for you and me. ശാരീരികമായി എനിക്ക് നിങ്ങൾക്കും വേണ്ടി 1000 തവണ കാൽവരിയിൽ ക്രൂശിക്കപ്പെടുവാൻ യേശു തയ്യാറായേ. Let me tell you, there was only one thing that Jesus was afraid of. യേശുവിന്റെ ഹൃദയത്തെ എത്രയധികം ഭാരപ്പെടുത്തിയ തന്നെ ഭയപ്പെടുത്തിയ ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു. He did not want his fellowship with the Father, which he had from all eternity, to be broken for 3 hours on the cross. കഴിഞ്ഞ കാല നിത്യത മുതൽ തന്റെ പിതാവിനുണ്ടായിരുന്ന ഭേദ്യമായ കൂട്ടായ്മ ബന്ധം അല്പസമയത്തേക്കെങ്കിലും മുറിഞ്ഞു പോകുന്നതായിരുന്നു യേശുവിന് ദുസ്സഹമായത്. 1 Corinthians 11 says the head of Christ is God the Father. ലേഖനത്തിൽ 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ തല ദൈവമാണ്, പിതാവാണ്. So it was like your head being wrenched off. അത് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ശിരസ് കഴുത്തിൽ നിന്ന് ഛേദിക്കപ്പെടുന്നു. It's like somebody twisting your neck and pulling out your head. നിങ്ങളുടെ തല പിടിച്ച് ഒടിച്ച് മാറ്റുന്ന പോലെയാണ്. It's only a picture. It's much worse than that. അത് ഭാവനയിൽ ഒരു ചിത്രം മനസ്സിലാക്കാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ യേശു അഭിമുഖീകരിക്കാൻ പോകുന്ന അതിലും ഭയങ്കരമായിരുന്നു. Any amount of physical suffering I'm willing to go through, Father. ശാരീരികമായിരിക്കുന്ന ഏത് വിധത്തിലുള്ള ക്ലേശവും ഞാൻ സഹിപ്പാൻ തയ്യാറാണ്. എന്നാൽ തലയായ അംഗമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിന് വിച്ഛേദനം സംഭവിക്കുന്നത്. What you and I have enjoyed for all eternity, I'm going to lose for 3 hours. നിത്യത മുഴുവൻ നാം തമ്മിൽ അനുഭവിച്ചതായിരിക്കുന്ന മുടങ്ങാതെ തുടർന്ന ഈ കൂട്ടായ്മ ചില മണിക്കൂറുകളിലേക്ക് നഷ്ടമാകുന്നു. We don't appreciate the value of that because we break fellowship for days and weeks with the Father and we are still okay. പിതാവിനുള്ള കൂട്ടായ്മയെ നാം വിലമതിക്കാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? നാം കൂടെ ഈ കൂട്ടായ്മ ബന്ധം മുറിക്കുന്നവരാണ്. ഈ കൂട്ടായ്മ ഇല്ലാതെ ജീവിക്കാൻ മണിക്കൂറിൽ നമുക്ക് പ്രയാസമില്ല. Aren't there some of you who have bitterness against somebody else? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലർക്കെങ്കിലും മറ്റു ചിലരോടെങ്കിലും ഹൃദയത്തിൽ കയ്പ് ഇപ്പോഴുമില്ലേ? Aren't there some of you husbands and wives who always have tension? ഇവിടെ ഇരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരിൽ പലരുമില്ലേ തമ്മിൽ ഒരു മാനസികമായ പിരിമുറുക്കത്തിൽ കഴിയുന്നവർ? You've been married 20 years. 20 വർഷമായി വിവാഹിതരായ 20 years of broken fellowship with the Father. You're quite okay. 20 വർഷമായിട്ട് പിതാവുമായിട്ടുള്ള കൂട്ടായ്മ മുറിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കത് പ്രശ്നമല്ല. You think you can have fellowship with the Father without having fellowship with your husband and wife? നിന്റെ ഭാര്യയോടോ ഭർത്താവിനോടോ ഒരു കൂട്ടായ്മയില്ലാതെ പിതാവിനോട് കൂട്ടായ്മ സാധ്യമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? You are fooling yourself. നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. What you call fellowship is religion. നിങ്ങളുടെ കൂട്ടായ്മ എന്ന് മനസ്സിൽ കരുതിയിരിക്കുന്നത് വെറും മതഭക്തിയാണ്. Many Christians are deceiving themselves. ധാരാളം ക്രിസ്ത്യാനികൾ തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. They go to a church, they clap their hands, they preach the word, they think they have fellowship. അവരുടെ സഭയിൽ പോകുന്നു, കൈകൊട്ടി പാടുന്നു, പ്രസംഗം കേൾക്കുന്നു, അവർ വിചാരിക്കുന്നത് അവരുടെ കാര്യങ്ങൾ Fellowship with God is a very deep thing. പിതാവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വളരെ ആഴമായിരിക്കുന്ന ഒരു കാര്യമാണ്. And Jesus never wanted to lose it. യേശുവിന്റെ ജീവിതത്തില് ഒരു നിമിഷത്തേക്ക് പോലും ആ കൂട്ടായ്മ നഷ്ടപ്പെടുവാനോട് Imagine 3 hours. ഒരു നിമിഷത്തേക്ക് പോലും ആ കൂട്ടായ്മ തകരുന്ന യേശുവിനെ സഹിച്ചുകൂടായിരുന്നു. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ദുസ്സഹമായി. ഗെത്സമനയിൽ പിതാവ് പുത്രനുമായി നടന്ന ഒരു ചെറിയ സംഭാഷണം ഭാവനയിൽ എനിക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. പുത്രന്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുടെ മുൻപില് പിതാവ് ഇങ്ങനെ പറയുകയാണ്, കുഴപ്പമില്ല, നീ കുറിച്ച് മരിക്കേണ്ട, കാരണം നിന്നിൽ പാപമില്ല, നിനക്ക് നേരെ സ്വർഗത്തിലേക്ക് മടങ്ങി. ഗെത്സമനയിൽ നിന്നും ഈ നിമിഷം തന്നെ നിനക്ക് വേണമെങ്കിൽ എന്റെ അടുത്തേക്ക് മടങ്ങി വരാം. എന്നാൽ കോട്ടയം പട്ടണത്തിലുള്ളവരൊക്കെ അവരെല്ലാം നരകത്തിൽ പോകും. ഈ പട്ടണത്തിലുള്ള ആളുകളെ കുറിച്ച് യേശു ഓർത്തപ്പോൾ അവിടുന്ന് മരിക്കുവാൻ തയ്യാറായി.
ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. Jesus thought, this man is actually will go to hell. യേശുവിന്റെ സമയത്ത് വെച്ച് എന്നെ കണ്ടു, അവൻ ഓർത്തു, എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ നരകത്തിൽ പതിക്കും, ഞാൻ ഈ പാനപാത്രം നീക്കുവാൻ പറഞ്ഞ, എന്നാൽ അവന് വേണ്ടി ഞാൻ നരകം അനുഭവിക്കുവാൻ തയ്യാറാണ്. He tried to avoid but did not avoid because he loved me. അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് ആ പാനപാത്രം അവൻ ഒഴിവാക്കുവാൻ ജഡത്തിൽ അവനെ എത്ര ആഗ്രഹിച്ചെങ്കിലും അവന് അത് വാങ്ങി കുടിക്കുകയായിരുന്നു. I did not know this when I was first converted. ഞാൻ ആദ്യം വെളിച്ചം പ്രാപിച്ച നാളുകളില് ഈ സത്യം ഞാൻ അറിഞ്ഞിരുന്നു. More than 20 years after I was born again, God opened my eyes to see what that cup was. വെളിച്ചത്തിൽ ഏതാണ്ട് 20 വർഷത്തിന് ശേഷമാണ് യേശു പ്രാർത്ഥിച്ച ഈ പാനപാത്രം എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഉൾക്കാഴ്ച ലഭിച്ചത്. I saw how much He loved me. ആ ദിവസം ഞാൻ കാണുകയായിരുന്നു യേശു എന്നെ എത്രയധികം സ്നേഹിച്ചു. Not on Calvary, in Gethsemane. കാൽവരിയിലെ ക്രൂശിൽ തൻ കൈകാലുകൾ വിരിച്ചപ്പോഴല്ല, വാസ്തവത്തിൽ അതിന് ചില മണിക്കൂറുകൾക്ക് മുൻപേ ഗെത്സമനയിൽ വെച്ച് I understood the 3 hours of darkness on Calvary. Then only I understood. ഈ സത്യം മനസ്സിലായപ്പോഴാണ് യേശു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം 3 മണിക്കൂർ സമയം ഇരുട്ട് അവിടെ വ്യാപിച്ചതിന്റെ അർത്ഥം. What He experienced for the 3 hours is what I would have experienced for eternity in hell. It was concentrated into 3 hours on Jesus on the cross. ക്രൂശിൽ തൂങ്ങപ്പെട്ടതായിരിക്കുന്ന യേശു പിതാവിനോടുള്ള കൂട്ടായ്മ എന്ന നഷ്ടപ്പെട്ട പുത്രൻ 3 മണിക്കൂർ കൊണ്ട് അനുഭവിച്ചത് നിത്യത മുഴുവൻ പാപിയായി ഞാൻ അനുഭവിക്കേണ്ട നരകത്തിന്റെ വേദനയായിരുന്നു. ഞാൻ മാത്രമല്ല, for all human beings will suffer for eternity in hell was concentrated into 3 hours on the cross. ഞാൻ മാത്രമല്ല, മാനവരാശി മുഴുവൻ നിത്യത മുഴുവൻ നരകത്തിൽ അനുഭവിക്കേണ്ട ശിക്ഷ അതിനെ ചുരുക്കി ചെറുതാക്കി എല്ലാം കൂടെ ഒതുക്കി 3 മണിക്കൂറിനുള്ളിൽ യേശു അനുഭവിക്കുകയായിരുന്നു. അതായിരുന്നു അവൻ കുടിച്ച പാനപാത്രം. I said, Lord, how am I going to show my love for you? ഈ കാര്യത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, കർത്താവേ, ഇങ്ങനെ എന്നെ സ്നേഹിച്ച നിന്നോടുള്ള സ്നേഹം ഞാൻ എങ്ങനെയാണ് വെളിപ്പെടുത്തേണ്ടത്? Just by putting some little money in the offering box. സ്വത്രാഴ്ചപ്പെട്ടിയിൽ ചില നാണയങ്ങളിട്ടാണോ ഞാൻ നിന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നത്? Just by going for a few meetings. ചില മീറ്റിങ്ങുകളിൽ ഞാൻ മുടങ്ങാതെ പോകുന്നതുകൊണ്ടാണോ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് വെളിപ്പെടുത്തുന്നത്? Reading the Bible 15 minutes in the morning. രാവിലെ 15 മിനിറ്റ് നേരം ദൈവവചനം വായിക്കുന്നതുകൊണ്ടാണോ ഈ സ്നേഹം വെളിപ്പെടാൻ പോകുന്നത്? Shame on me if I am going to repay such love with this type of little action. യേശുവിനോടുള്ള ഈ അധമ്യമായിരിക്കുന്ന സ്നേഹം, ഇത്തരമുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ അതിന് പകരം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. Words cannot repay. വാക്കുകൾ കൊണ്ട് ഒരു കാലത്തും ഈ സ്നേഹത്തിന് പകരം നൽകുവാൻ കഴിയില്ല. Lord, you can have my whole life. ഞാൻ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങേക്ക് എന്റെ മുഴുവൻ ജീവിതവും എടുക്കാം. No more ambition on this earth for anything. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന താല്പര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി വെച്ചു പുലർത്തുകയില്ല. എനിക്ക് പണം വേണ്ട, എനിക്ക് ബഹുമാനം വേണ്ട, നല്ല ഭക്ഷണം എനിക്ക് വേണ്ട, എനിക്ക് നല്ല വസ്ത്രം വേണ്ട, എനിക്ക് ഒരു കാര്യവും. I don't want a comfortable bed even if I'm 75 years old. 75 വയസ്സ് പ്രായമുള്ള സമയത്തും എനിക്ക് കിടക്കുവാൻ സുഖപ്രദമായ ഒരു മെത്ത വേണ്ട. Having to sleep on the floor somewhere for Jesus' sake. യേശുവിന് വേണ്ടി ഏതെങ്കിലും ഒരു കോണില് തറയിൽ കിടന്നുറങ്ങുവാനും ഞാൻ തയ്യാറാണ്. I'm willing to eat any food, go anywhere because Jesus loves me. ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കുവാനും എവിടെയൊക്കെ പോകുവാനും ഞാൻ തയ്യാറാണ്, കാരണം യേശു എന്നെ സ്നേഹിച്ചു. Willing to be in prison for the gospel's sake, to die for the gospel's sake. സുവിശേഷത്തിന് വേണ്ടി തടവിലാകുവാനും വേണ്ടി വന്ന ജീവൻ വെക്കുവാനും ഞാൻ തയ്യാറാണ്. Because he loved me so much. കാരണം അവനെ അത്രയധികം I love him because he first loved me. അവനെ ആദ്യം ഈ വണ്ണം സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ അവനെ തിരിച്ചു സ്നേഹിക്കുന്നത്. How can I serve him for money? പണത്തിനു വേണ്ടി ഈ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ എങ്ങനെ കഴിയും? Can I use my preaching gift now to go around making money for myself to serve such a Savior? ഇങ്ങനെ അരിഷ്ടഭാവിയായിരുന്ന എന്നെ രക്ഷിച്ച രക്ഷകനെ
ഞാൻ പണത്തിന് വേണ്ടി പോയി പ്രസംഗിക്കുമോ? People think I'm doing a great thing that I serve preaching without taking money. പണം സ്വീകരിക്കാതെ ദൈവത്തിന് പ്രസംഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുന്ന ആളുകൾ ധരിക്കാറുണ്ട്. Rubbish! ആ ചിന്ത It's nothing compared to how Jesus loved me. യേശുവിനെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആധിക്യം ഓർക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്നുമില്ല. The second reason, the third area is hell. പാപത്തിന്റെ കാഠിന്യം നമുക്ക് ദർശിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ഇടം നരകമാണ്. How terrible it is going to be when a person goes there for all eternity. വരാൻ പോകുന്ന നിത്യത മുഴുവൻ ഒരു വ്യക്തി നരകത്തിൽ ആയിരിക്കും എന്ന് പറയുന്നത് എത്ര ഭയാനകമായ കാര്യമാണ്. Jesus said the world never dies there, their fires never burn. അവിടുത്തെ തീ കെട്ടുപോകുന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നില്ല എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞു. Doesn't God love all those people who go there? നരകത്തിൽ പോകുന്ന എല്ലാ മനുഷ്യരെയും സ്നേഹവാനായ ദൈവം സ്നേഹിക്കുന്നില്ലേ? Sure. നിശ്ചയമായി. People say, how can I see my father and mother in hell forever? ചിലർ പറയാറുണ്ട്, എന്റെ അമ്മയും അപ്പനെയും If you are not converted. വീട് ജനിച്ചവരെല്ലാം അങ്ങനെ അല്ലാതെ മരിച്ചുപോയെങ്കിൽ അവരെ നിത്യത മുഴുവൻ നരകത്തിൽ കാണാൻ എനിക്ക് എങ്ങനെ? You think you love your father and mother more than God loves them? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ അമ്മയും അപ്പനെയും ദൈവം അവരെ സ്നേഹിക്കുന്നതിനേക്കാളും അധികം നിങ്ങൾ സ്നേഹിക്കുന്നത്? You didn't die for their sins. God sent His Son to die for the sins of your father and mother. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പാപത്തിന് വേണ്ടി മരിച്ചില്ലല്ലോ, ദൈവം തന്റെ പുത്രനെയല്ലേ അതിനുവേണ്ടി അയച്ചത്. How can a God of love see such people in hell burn forever? അങ്ങനെ സ്നേഹിച്ച എന്നെ നിങ്ങൾ സ്നേഹിച്ച പിതാവായ ദൈവത്തിന് എന്റെ സൃഷ്ടികളായ മനുഷ്യർ നരകത്തില് നിത്യമായി കിടക്കുന്ന എങ്ങനെ സഹിക്കാം? Because sin is so terrible. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പാപം അത്ര Sin is so terrible that even with all of God's love for them, He still has to send them there. പാപം അത്രയധികം ഭയാനകം ഗൗരവമായ കാര്യമാകയാൽ സ്നേഹസമ്പൂർണനായ ദൈവത്തിന് പാപത്തിന്റെ ശിക്ഷയായ നരകം നൽകിയേ മതിയാകുള്ളൂ. Eden, Calvary and hell teach me about how serious sin is. ഏവനും കാൽവരിയും നരകവും പാപത്തിന്റെ കാഠിന്യം ഭയാനകത എന്നെ വിളിച്ച് അറിയിക്കുന്ന ഇടങ്ങളാണ്. The first reason I love Jesus is because He loved me. യേശുവിനെ സ്നേഹിക്കുന്നതിന് ഒന്നാമത്തെ കാരണം അവൻ എന്നെ ആദ്യം സ്നേഹിച്ചു എന്നാണ്. That is what I see on the cross. അതാണ് ഞാൻ ക്രൂശിൽ കാണുന്നത്. We talked about the cross these past few days. കഴിഞ്ഞ ചില ദിവസങ്ങൾ നാം യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് സംസാരിക്കുക. This is the real cross. ഇതാണ് യഥാർത്ഥത്തിലുള്ള Where He ക്രൂശ്. suffered the agonies of hell to set me free. യേശു നരകയാതന എന്നെ സ്വതന്ത്രനാക്കുവാനായി അനുഭവിച്ചു. Then He said, after 3 hours, it's finished. 3 മണിക്കൂറുകൾക്കുള്ളിൽ ഇത് ഈ പാനപാത്രം കുടിച്ചതിന് ശേഷം യേശു പറഞ്ഞു, നിവൃത്തിയായി, പൂർത്തിയായി. My punishment was taken. എന്റെ പാപത്തിനുള്ള ശിക്ഷ അവൻ തന്റെ മേൽ ഏറ്റു. Punishment for my sin is not physical death. എന്റെ പാപത്തിനുള്ള ശിക്ഷ ശാരീരിക മരണമല്ല. If Jesus died only physically, He has not taken the punishment for my sin. യേശു ശാരീരികമായുള്ള മരണം മാത്രമേ മരിച്ചുള്ളെന്നുവെങ്കിൽ പാപത്തിന്റെ ശിക്ഷ അവൻ Punishment for my sin is hell. എന്റെ പാപത്തിന്റെ ശിക്ഷ നരകമാണ്. That's what He took, forsaken by God for 3 hours. 3 മണിക്കൂർ നേരം ഉള്ളെങ്കിലും പിതാവിനാൽ കൈവിടപ്പെട്ടവനായി, കൂട്ടായ്മ നഷ്ടപ്പെട്ടവനായി യേശു അനുഭവിച്ചത് ഞാൻ അനുഭവിക്കേണ്ട നിത്യ നരകയാതനയാണ്. Because He was an eternal being. യേശു ഒരു നിത്യ ദൈവമായതുകൊണ്ട് He could suffer in 3 hours what we suffer in eternity. നാം നിത്യത മുഴുവൻ അനുഭവിക്കേണ്ടിയിരുന്ന നരകയാതന 3 മണിക്കൂർ അനുഭവിക്കുവാൻ നിത്യ ദൈവത്തിന് സാധ്യമാണ്. And I saw how much my sin grieved Him. എന്റെ പാപം എത്രയധികം ഈ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന് കണ്ടപ്പോൾ, Small things are serious. ഏറ്റവും ചെറിയ കാര്യവും ഗൗരവമുള്ള കാര്യങ്ങളാണ്. I said, Lord, You have forgiven me much. കർത്താവേ, അവിടുന്ന് എന്നോട് എത്രയധികം ക്ഷമിച്ചു. The only way I can repay it is by loving You much. ഈ സ്നേഹത്തിന്റെ കടം തീർക്കുവാൻ ഏക വഴിയുള്ളൂ, അങ്ങനെ തിരിച്ച് മുഴുവൻ ഹൃദയത്തോട് സ്നേഹിക്കും. The Lord said, if you love me, keep my commandments. അങ്ങനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് എന്നോട് കർത്താവിന് എന്താ പറയാനുള്ളതെന്ന് അറിയാമോ? നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ കാത്തുകൊള്ളുക. I'll keep them, Lord. ഞാൻ തിരിച്ചു പറഞ്ഞു, കർത്താവേ, നിന്റെ കൽപ്പനകൾ എത്ര ചെറുതാണെങ്കിലും ഞാൻ അനുസരിക്കും. I will spend my life teaching other people to keep all the commandments of Jesus. എനിക്ക് നീ തരാൻ പോകുന്ന ജീവിതത്തിന്റെ അവസാന ദിവസം വരെയും ഞാൻ അംഗീകരിക്കുന്ന എല്ലാവരെയും
അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുവാനായി ഞാൻ ആരംഭിക്കും, ഉത്സാഹിപ്പിക്കും, വെല്ലുവിളിക്കും. I will teach people the glory of the cross to the end of my life. എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ യേശുവേ അങ്ങയുടെ ക്രൂശിന്റെ മഹത്വം ഞാൻ എല്ലാവരോടും പ്രഘോഷിക്കും. Jesus has done the same for you as well. കർത്താവായ യേശു എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയും ഇത് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണം. Will your life be different from today? ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം വ്യത്യസ്തമാകുമോ സ്നേഹിത? Will you love Him with all your heart? നിങ്ങളുടെ മുഴുവൻ ഹൃദയം കൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുമോ? Young people, what are you going to live for? ചെറുപ്പക്കാരായ യുവ സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങൾക്കുള്ള ജീവിതം Young men and women, ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ, God wants to pour His Spirit on you. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പറയുവാനായി Study the Word. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോട് പഠിക്കുക. Be prophets and prophetesses in the new generation. നിങ്ങളുടെ തലമുറയിൽ ദൈവത്തിന്റെ പ്രവാചകന്മാരും പ്രവാചകരുമായി തീരുക. നമുക്ക് തലമുറയോട് പ്രാർത്ഥിക്കാം. My dear brother and sister, I want you to respond to the gospel you heard today. നിങ്ങൾക്ക് കേട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ സർവ്വവർത്തമാനം സുവിശേഷത്തിന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് പ്രതികരിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയട്ടെ. Backslidden, half-hearted believer, turn back to Jesus today. പകുതി മനസ്സോടെ യേശുവിനെ സ്നേഹിച്ച് പിന്മാറുന്ന അവസ്ഥയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ വിശ്വാസി, ഇന്ന് നിന്റെ മടങ്ങിവരവിന്റെ സമയമാകട്ടെ. Say, Lord Jesus, I want to love you with all my heart. നീ പറയുമ്പോൾ കർത്താവിനോട്, കർത്താവേ എന്നെ സഹായിക്കണമേ, എന്റെ മുഴുവൻ ഹൃദയത്തോടുകൂടി ഞാൻ നിന്നെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്നു. Forgive me for being interested in so many other things. നിന്നെ കൂടാതെ മറ്റു നിരവധി കാര്യങ്ങളിൽ ഞാൻ എന്റെ മനസ്സ് വെച്ച് താല്പര്യപ്പെട്ടു പോയതിനോട് ക്ഷമിക്കണമേ കർത്താവേ. Don't let this be an emotional thing of one moment. താൽക്കാലികമായിട്ടുള്ള വൈകാരികമായ അനുഭൂതിയായി ഇത്